أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا ومصطفانا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله صدق الله وقال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم من أحبني كان معي في الجنة ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي لم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا أمة سيدنا محمد സ്നേഹധന്യരായ കുനിമ്മൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സംഘടിപ്പിക്കുന്ന പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തന പ്രോഗ്രാമുകളാണ് ദിവസങ്ങളായി ഇവിടെ നടക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു തആല എല്ലാ പ്രോഗ്രാമുകളും അല്ലാഹു സ്വീകരിക്കട്ടെ, റബ്ബിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സഅദുൽ അൻസാർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് രണ്ട് യുവാക്കൾ വന്നു എന്നാണ്. അവര് വന്നിട്ട് മഹാനവറുകളോട് പറഞ്ഞു ഞങ്ങൾക്ക് ശ്വാസകോശ തകരാറാണ്, രണ്ടാളുകൾക്കും ആ തകരാറാണ്, ശ്വാസം മുട്ടുണ്ട്. ഇപ്പൊ ഈ ശ്വാസം മുട്ട് മാറാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതിനെന്താണ് പരിഹാരമെന്ന് മഹാനായ സഅദുൽ അൻസാർ റളിയല്ലാഹു അൻഹുവിനോട് രണ്ട് യുവാക്കൾ വന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു കൊടുത്തു
നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഇത് നല്ലൊരു മാസല്ലേ, പുണ്യ നബിയുടെ മദ്ഹ് പറയുന്ന റബീഉൽ അവ്വൽ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഒരു മൗലിദിന്റെ മജ്ലിസ് ഉണ്ടോ എന്ന് പരിധി നോക്കുക. മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന ഏത് മജ്ലിസാ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പരിധി നോക്കുക. എന്നാൽ നിങ്ങൾക്ക് ആ മജ്ലിസിൽ പങ്കെടുത്താൽ തീർച്ചയായും നിങ്ങൾ അസുഖം മാറുമെന്ന് മഹാനായ സഅദുൽ അൻസാർ റളിയല്ലാഹു അൻഹു ഈ പ്രിയപ്പെട്ട രണ്ട് സുഹൃത്തുക്കളോട് യുവാക്കളോട് പറഞ്ഞു കൊടുക്കുക. അവരങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരന്വേഷിക്കാൻ തുടങ്ങി, പരതാൻ തുടങ്ങി. എവിടെയാണ് പുണ്യനബിയുടെ മദ്ഹ് പറയുന്ന മുത്ത് റസൂലുള്ളാഹിനെ പറയുന്ന മജ്ലിസ് എവിടെയാണുള്ളത്? അതിനുവേണ്ടി അവര് പരതാൻ തുടങ്ങി. അവര് കുറെ ചെന്നപ്പോ ഒരു മജ്ലിസ് കിട്ടി. അതിലവർ പങ്കെടുത്തപ്പോഴേക്ക് അവരുടെ അസുഖം മാറിയെന്ന്. അപ്പൊ നമ്മൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ മുത്തുനബിയുടെ മജ്ലിസാണ്. രോഗം മാറും. വീട് വേണോ? വീട് അല്ലാഹു തരും. മക്കളെ വേണോ? അല്ലാഹു മക്കളെ തരുമല്ലോ. എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത്? കരുതിക്കോ ഉമ്മ ഉപ്പ. ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് ജോലിയാണോ? വിവാഹമാണോ ശരിയാവേണ്ടത്? എന്തിനു വേണ്ടിയും നിങ്ങൾ കരുതിക്കോ, ഇത് പുണ്യ നബിയുടെ മജ്ലിസാണല്ലോ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയും കേൾക്കുകയും ചെയ്യുക എന്നത് മാത്രമല്ല, അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചാരത്തേക്ക് രണ്ട് യുവാക്കളും മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അവര് ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറയുന്നത്, ഞങ്ങൾക്ക് പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയും മഹാന്മാരും മഹത്തുക്കളും സ്വഹാബത്തും അതുപോലെ എല്ലാ ആളുകളും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞതുപോലെ നല്ല രൂപത്തിൽ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിയിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയണം. അങ്ങനെ ഈ ലോകത്തുനിന്ന് മരിക്കണം. അതിന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ 4 കാര്യം ശ്രദ്ധിക്കുക, 4 കാര്യം നിങ്ങൾ നോക്കുക. ഈ 4 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ മരിക്കാൻ കഴിയും. ഒന്നാമതായി മഹാനായ സിദ്ദീഖ് തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു, ഹുബ്ബല്ലി റസൂലില്ലാഹ്, ഹുബ്ബല്ലി റസൂലില്ലാഹ്. നബിയോട് മഹബ്ബത്ത് വെക്കലാണ്, പുണ്യ നബിയെ പ്രേമിക്കലാണ്, പുണ്യ നബിയെ വല്ലാതെ ഇഷ്ടപ്പെടലാണ്. മാത്രമല്ല നബിയെ കാണാൻ കൊതിക്കലാണ്, ആ നബിയെ കാണാൻ വേണ്ടി കരയലാണ്, നബിക്ക് വേണ്ടി എന്നും സ്വലാത്ത് ചൊല്ലലാണ്, നബിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ്. ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് പുണ്യ നബിയെ ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, നല്ലോണം സ്നേഹിക്കുക, അവിടുത്തെ ജീവിതത്തിലുള്ളതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരിക. നമുക്കതിനും തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് റബീഉൽ അവ്വലിന്റെ 12 പ്രോഗ്രാമുകൾ കടിഞ്ഞുപോയി. ഇനിയും അല്ലാഹു ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് മഹാനായ തങ്ങള് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മഹാന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, മഹാനായ സിദ്ദീഖ് തങ്ങള് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ നല്ല നിലക്ക് വിട പറയണമെങ്കിൽ പുണ്യ നബിയോട് ഇഷ്ക് വെക്കണമെന്നാണ്. ഇഷ്ക് വെക്കുക എന്ന് മാത്രമല്ല, പുണ്യ നബിയെ കാണാൻ കൊതിക്കുക എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. എന്തിനോ കരഞ്ഞു, ചില കരച്ചിലൊക്കെ വെറുതെ എന്തിനൊക്കെയോ കരഞ്ഞു, ഒരാവശ്യമില്ല. എന്നാ ചില ചിരികളും അങ്ങനെയാണ്, വെറുതെ നമ്മൾ ചിരിച്ചു അല്ലെ, ചില ചിരിയൊക്കെ വെറുതെ ചിരിച്ചു, കാര്യത്തിന് ചിരിച്ചിട്ടില്ല. കാര്യത്തിനും ചിരിക്കണം നമ്മൾ. 2 ചിരിയുണ്ട്, വെറുതെ ചിരിയുണ്ട്, അല്ലാതെ കരച്ചിലും അങ്ങനെ തന്നെയാണ്. രണ്ടും അങ്ങനെയാണ്. സന്തോഷം അങ്ങനെയാണ്, സങ്കടം അങ്ങനെയാണല്ലോ. കൂടുതലും നല്ല കാര്യങ്ങൾക്കാവട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ആ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യ നബിയെ എനിക്ക് കാണണമല്ലാ എന്ന് കരുതിയിട്ടൊരു ദിവസമെങ്കിലും അല്ലാഹുവേ എനിക്ക് കാണണമല്ല റബ്ബേ, എന്റെ നബിയെ ഒന്ന് മനാമിൽ കാണിച്ചു തരുമോ അല്ലാ എന്ന് പറഞ്ഞിട്ടൊരു ദിവസമെങ്കിലും ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ?
നല്ലതുപോലെ ഒന്ന് കരഞ്ഞു നോക്കി കാണുമെന്നതിൽ ഒരു സംശയമില്ല. കരഞ്ഞു നോക്കുക. എത്രയോ സ്വലാത്ത് നമ്മൾ ചെല്ലുന്നവരല്ലേ, ഇനിയും ചൊല്ലി നമ്മളൊന്ന് കരഞ്ഞു നോക്കുക. അല്ലാഹുവേ എന്റെ നബിയെ എനിക്ക് കാണിച്ചു തരണമല്ലാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാ മിഅ്റാജിന്റെ സമയത്ത് പടച്ച റബ്ബിനോട് ചോദിച്ചുവല്ലോ, അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹു പറഞ്ഞു ജിബ്രീലേ നീ മുഹമ്മദിനെ കൊണ്ടുവരണേ, പുണ്യ നബി എന്റെ ചാരത്തേക്ക് കൊണ്ടുവരണേ എന്ന് പറഞ്ഞപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവേ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരിക, എങ്ങനെയാണ് അല്ലാഹുവേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറയുകയാണ്, പുണ്യ നബിയെ ഞാൻ എങ്ങനെയാണ് കൊണ്ടുവരിക? എന്റെ കയ്യിൽ വാഹനമില്ലല്ലോ, എന്റെ കയ്യിൽ വാഹനമില്ലല്ലോ, ഏത് വാഹനം കൊണ്ടാണ് ഞാൻ കൊണ്ടുവരിക നബിയെ എന്ന് അല്ലാഹുവോട് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ സ്വർഗത്തിലേക്ക് വരിക, സ്വർഗത്തിലേക്ക് വരിക, സ്വർഗത്തിൽ ഞാൻ ബുറാക്കിനെ പടച്ചു വച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ഞാൻ ബുറാക്കിനെ പടച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗത്തിലേക്ക് പോയല്ലോ. സ്വർഗത്തിലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല 40,000 ബുറാക്കുകളാണ് സ്വർഗത്തിൽ അല്ലാഹു പടച്ചു വെച്ചിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ്? ലിന്നബിയിൽ മുസ്തഫ, ലിന്നബിയിൽ മുസ്തഫ റസൂലുള്ളാഹിക്ക് വേണ്ടി, ആരംഭപ്പൂവിന് വേണ്ടി പടച്ചു വച്ചിട്ടുള്ളത് 40,000 ബുറാക്കുകളാണ്. ഓരോ ബുറാക്കുകളെയും നോക്കിയപ്പോ നല്ല തടിച്ചു കൊടുത്ത് നല്ല മൊഞ്ചുള്ള ബുറാക്കുകളാണ്. ഏതിനെയാണ് അടിച്ചു കൊണ്ടുവരേണ്ടത്, ഏതിനെയാണ് ഞാൻ കൊണ്ടുവരേണ്ടത്? അവിടെ സങ്കടത്തിലാവുകയാണ്, സംശയത്തിലാവുകയാണ്. ഞാൻ കൊണ്ടുവരെ പഠിച്ചവനെ കുടുങ്ങിയല്ലോ. എത്ര 40,000 ഉണ്ട് സ്വർഗത്തിൽ. ഇതെല്ലാം പോയി അയച്ചു കൊണ്ടുവരാൻ പറ്റില്ല, ഒന്നിനല്ലേ പറ്റുള്ളൂ. നോക്കുമ്പോ ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? നമ്മുടെ നബിക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ പടച്ചു വച്ചിരിക്കുന്നത്. ഒരു നല്ല മൊഞ്ചാണ് ഓരോന്നിനും നോക്കുമ്പോ, നല്ല മൊഞ്ചുണ്ട്. അങ്ങനെ നല്ല മൊഞ്ചുള്ള തടുത്തു കൊടുത്ത നല്ല ബുറാക്കുകളാണല്ലോ, നല്ല രസമുണ്ടല്ലത്തിനെയും കാണാൻ. കണ്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇങ്ങനെ നോക്കി, ഒരുപാട് അകലേക്ക് നോക്കിയപ്പോ ഒരു ബുറാക്ക് അവിടെയുണ്ട്. ആ ബുറാക്കിനെ നോക്കിയപ്പോൾ ആ ബുറാക്ക് മെലിഞ്ഞൊട്ടിപ്പോയിട്ടുണ്ട്. മെലിഞ്ഞു പോയ ബുറാക്കാണ്, തടിയില്ല, മൊഞ്ചില്ല, ഒന്നുമില്ല. അതിന്റെ ഭാഗത്തേക്ക് ചെന്നപ്പോ ആ ബുറാക്കിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നുണ്ട്. കരയുന്ന ബുറാക്കിനെ കണ്ടപ്പോ, കരയുന്ന ബുറാക്കിനെ കണ്ടപ്പോ ആ ബുറാക്കിനോട് ചോദിച്ചു, എന്തേ ഒന്നും കടിക്കാറില്ലേ, കുടിക്കാറില്ലേ, ഭക്ഷിക്കാറില്ലേ, നീ എന്തിനാണ് വല്ലാതെ കരയുന്നത്? അപ്പോൾ ആ ബുറാക്ക് പറഞ്ഞു കൊടുത്തു, യാ ജിബ്രീൽ, നിങ്ങളെല്ലാവരെയും പടച്ചു വെച്ചത് അല്ലാഹു ഈ ലോകത്ത് പടച്ചത്, ഈ സ്വർഗത്തിൽ പടച്ചത് അത് മുഹമ്മദ് മുസ്തഫ മുത്തുനബിക്ക് വേണ്ടിയാണ്, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ്, പുണ്യ നബിക്ക് വേണ്ടിയാണ് ഞങ്ങളൊക്കെ പടച്ചത്. പടച്ചതെല്ലാം പടച്ചത് ആ നബിക്ക് വേണ്ടിയാണ്, ആ മുത്തിന് വേണ്ടിയാ പടച്ചു വെച്ചത്. എന്നാൽ ആ പടച്ച അന്ന് മുതൽ ഞങ്ങൾ കേൾക്കുന്നതും മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുത്തുനബിയുടെ പേരാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മാത്രമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇത്രയും നല്ല മനുഷ്യനെ, ഇത്രയും നല്ല അത്ഭുതമുള്ള മനുഷ്യനെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അന്ന് മുതൽ ഞാൻ കൊതിച്ചതാണ്, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് മുഹമ്മദിനെ ഒന്ന് കാണാൻ. അതുകൊണ്ടാണ് ഞാൻ മെലിഞ്ഞുപോയത്. ഞാൻ ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഒന്നിനും എനിക്ക് കഴിയുന്നില്ല. ആ സമയം തന്നെ എന്റെ മനസ്സിലേക്ക് വരുന്നത് നബിയുടെ പേരാണ്, മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു.
കരഞ്ഞ് 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 ആ സമയത്താണ് അല്ലാഹു ജിബ്രീലിനോട് പറയുന്നത്, ജിബ്രീലേ നീ ആ ബുറാക്കിനെ അടിച്ചു വരണേ. ആ ബുറാക്കിനെയാണ് അടിച്ചിട്ട് പുണ്യ നബിയെ കൊണ്ടുപോയത്. അപ്പൊ കരഞ്ഞ അല്ലാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കും, കരഞ്ഞ കാണിച്ചു കൊടുക്കും. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കരഞ്ഞോ നിങ്ങൾക്ക് പുണ്യ നബിയെ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു രാത്രിയെങ്കിലും നമ്മൾ കരയണേ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ കരയുക, നല്ലതുപോലെ സ്നേഹിക്കുക, നല്ലതുപോലെ സ്വലാത്ത് ചൊല്ലുക. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ലക്ഷം സ്വലാത്ത് നമ്മൾ ചൊല്ലി എന്ന് ചിന്തിക്കണം. റബീഉൽ അവ്വൽ കഴിഞ്ഞു, അല്ല ഒരു വർഷം കഴിഞ്ഞു, നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലി? 1 ലക്ഷം ആയിട്ടുണ്ടോ? 2 ലക്ഷം ഉണ്ടോ? 3 ലക്ഷം ഉണ്ടോ? നമ്മൾ ക്യാഷ് ഇങ്ങനെ ഉണ്ടാക്കും, 1, 2, 5, 10 ഒക്കെ. പക്ഷേ എന്റെ നബിയുടെ പേരിൽ ഈ യോഗമുണ്ടാവാൻ, ഈ പണം ഉണ്ടാവാൻ, സർവ്വതും ഉണ്ടാവാൻ കാരണഭൂതരായ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനും മാറ്റം വേണോ? സ്വലാത്താണ്. മനസ്സ് മാറണോ? സമാധാനം വേണോ? സന്തോഷം വേണോ? ലോകത്ത് നമുക്ക് അല്ലാഹു നൽകുന്നതൊക്കെ നിലനിൽക്കണോ? ദീർഘായുസ് വേണോ? ആഫിയത്ത് വേണോ? ക്യാൻസർ മാറണോ? ട്യൂമർ മാറണോ? കിഡ്നിയുടെ അസുഖം മാറണോ? സുഖപ്രസവം ഉണ്ടാവണോ? കുഞ്ഞു വേണോ? നല്ല ഭർത്താവണോ? നല്ല ഭാര്യയാവണോ? നല്ല കുടുംബമാവണോ? എന്താണോ നിങ്ങൾക്ക് വേണ്ടത്? കുഞ്ഞു നന്നാവണോ? കള്ളും കഞ്ചാവും വ്യഭിചാരവും വൃത്തികേടും ജീവിതത്തിൽ നിന്ന് മാറണോ? സ്വലാത്ത് ചൊല്ലലാണ്, നബിയെ സ്നേഹിക്കലാണ്, പുണ്യ നബിയോട് മുഹബ്ബത്ത് വെക്കലാണ്. പ്രിയപ്പെട്ടവരെ, റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പുണ്യ നബിയെ കാണാൻ കൊതിച്ച ആളാണ്. പുണ്യ നബിയുടെ മദീനയിൽ വരാൻ കൊതിച്ച ആളാണ്. വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മഹാനാണ്. പുണ്യ നബി ഹൃദയത്തിൽ എന്നും കൊണ്ടു നടക്കുന്ന മഹാനാണ് റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഭയങ്കര ഇഷ്ടാണ്. എന്നാൽ ബഗ്ദാദിൽ നിന്ന് ഇലൽ മദീന, മദീനയിലേക്ക് വരാൻ കൊതിക്കുകയാണ്, വരാൻ ഒരുങ്ങുകയാണ്. ഒരുങ്ങുമ്പോഴേക്ക് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് മദീനയിലുള്ള ഗവർണർക്ക് സ്വപ്നത്തിലൂടെ വരികയാണ്. മദീനയിലുള്ള ഗവർണറിലേക്ക് സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. സ്വപ്നത്തിലൂടെ കടന്നു വന്ന് ഗവർണറോട് പറയാണ്, ഇന്നാലിന്ന ഒരാൾ വരുന്നുണ്ട്, റഷീദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ബഗ്ദാദിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തെ നിങ്ങൾ മദീനയിലേക്ക് അടുപ്പിക്കരുതേ, മദീനയിലേക്ക് കയറ്റരുത്, ഇങ്ങോട്ട് വരുത്താൻ പാടില്ല. വന്നാൽ ഞാൻ ഈ റൗളയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. ഇവിടുന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അതിർത്തിയിൽ നിന്ന്, ആ ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ തിരിച്ചയക്കണമെന്ന് ഹനായ റഷീദുൽ ബഗ്ദാദി കടന്നു വരികയാണ്. പക്ഷേ സ്വപ്നത്തിലൂടെ ആ മനുഷ്യൻ ചോദിച്ചിരുന്നു, നബിയെ അദ്ദേഹത്തിനെ ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അപ്പോൾ മുത്തുനബി പറഞ്ഞു കൊടുത്തിരുന്നു, അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്റെ പേര് നിങ്ങൾ പറയുക, എന്റെ പേര് നിങ്ങൾ പറയുക. അറിയാതെ അദ്ദേഹം ഉച്ചത്തിൽ എന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ഇങ്ങനെ ഉറക്കെ ഉറക്കെ ചൊല്ലുന്നത് കേൾക്കാം. അദ്ദേഹത്തിന്റെ അടയാളം എന്ന് പറഞ്ഞിരുന്നു. വന്നപ്പോൾ അവിടെയുള്ള കാവൽ ഭടന്മാർ മുത്തുനബിയുടെ പേര് പറഞ്ഞപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നബിയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ ഉറക്കെ 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 ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് റഷീദുൽ ബഗ്ദാദിയാണ്. പേര് ചോദിച്ചപ്പോ അത് കറക്റ്റാണ്. അപ്പൊ തിരിച്ചു പറഞ്ഞേക്കുകയാണ്. 2 പ്രാവശ്യം വന്നു, തിരിച്ചു പറഞ്ഞേച്ചു. 3ാമത്തെ പ്രാവശ്യം വരാനിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കി, റബ്ബേ നബിയുടെ റൗളയുടെ ചാരത്ത് എനിക്ക് പോവാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹ്. മദീനയിലേക്ക് ആ പച്ചക്കുബയുടെ ചാരത്ത് മാ ബൈന ഖബരി വ മിൻബരി റൗളത്തുൻ മിൻ റിയാലിൽ ജന്ന, ആ സ്ഥലത്ത് എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയ വഴികളിൽ ആ സ്ഥലമാണല്ലോ അത്, സ്വർഗ്ഗമാണല്ലോ അത്, പുണ്യ നബിയുടെ പാദസ്പർശമേറ്റ സ്ഥലമാണല്ലോ അത്. അവിടെ ഒന്ന് സുജൂദ് ചെയ്താൽ, അവിടെ നിന്ന് സ്വലാത്ത് ചൊല്ലിയാൽ, അവിടെ നിന്ന് നബിയോട് സലാം പറഞ്ഞാൽ, അവിടെ നിന്ന് ഇരുന്ന് നബിയോട് കുറെ നേരം സംസാരിച്ചാൽ, യാ അല്ലാഹ്, അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമല്ലേ. എനിക്ക് ആ മദീനയിൽ പോവണം, അവിടെ എത്തണമല്ലോ റബ്ബേ. തന്റെ സ്ഥലത്തുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റുകയാണ്. ഒരാളെ ഏൽപ്പിച്ചു, എന്നിട്ട് എല്ലാ മരവും മുറിക്കാൻ പറഞ്ഞു. തന്റെ തോട്ടത്തിലുള്ള എല്ലാം മുറിച്ച് എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതിന്റെ ഇടയിൽ എന്നെ വെച്ച് നിങ്ങൾ കൊണ്ടുപോവാ. ആ മരങ്ങൾക്കിടയിൽ, വൃക്ഷങ്ങൾക്കിടയിൽ എന്നെ വെച്ചിട്ട് നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോവണേ എന്ന് മഹാനായ റഷീദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ആ സമയത്ത് അദ്ദേഹം അങ്ങനെ മുറിച്ചു, ഓഫർ കൊടുത്തു. ഇതിന്റെ എല്ലാ പണവും നിങ്ങൾക്കാണ്, എന്റെ മുതലുകളൊക്കെ നിങ്ങൾക്കാണ്, എന്നെ മദീനയിൽ എത്തിച്ചാൽ ഓഫർ കൊടുത്തു. അങ്ങനെ ആ വിറക് കെട്ടിന്റെ ഉള്ളിൽ കിടന്ന് എങ്ങനെയെങ്കിലും മദീനയിൽ എത്താനുള്ള കൊതി കൊണ്ട് അതാ അദ്ദേഹത്തെയും ചുമന്നുകൊണ്ട് അവര് വരികയാണ്, മദീനയിലേക്ക് അണയുകയാണ്. ബഗ്ദാദിൽ നിന്ന് മദീനയുടെ ആ ഒരു ബൗണ്ടറിയിലേക്ക്, ആ കവാടത്തിലേക്ക് എത്തുന്ന സമയം അവിടുത്തെ കാവൽക്കാർ നോക്കിയപ്പോ ഒന്നുമില്ല, വിറകുണ്ട് കുറച്ച് എന്നല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തെ ഉള്ളിലേക്ക് കടത്തുകയാണ്. ഉള്ളിലേക്ക് കടന്നു എന്നറിഞ്ഞപ്പോ, ഉള്ളിലേക്ക് ഞാൻ എത്തി, മദീന പട്ടണത്തിൽ ഇതാ ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. നബിയുടെ മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ ഞാൻ എനിക്ക് കാണുമല്ലോ, ആ വെള്ളക്കൊട്ടാരം ഞാൻ കാണുമല്ലോ. നബിയുടെ പച്ചക്കുപ്പയുടെ താഴെ ആ മാബൈന ഖബരി വ മിംബരിയുടെ ആ സ്ഥലത്ത് ഞാൻ എത്തുമല്ലോ. അൽഹംദുലില്ലാഹ്, സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉറക്കെ പറയാൻ തുടങ്ങി, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വിറകിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ ഒരാള് സ്വലാത്ത് ചൊല്ലുന്നത് ഇങ്ങനെ കേട്ടപ്പോ ഭടന്മാരോടി വന്നുകൊണ്ട് ആ വിറക് താഴെ വെക്കുകയാണ്, അതടിക്കുകയാണ്. റഷീദുൽ ബഗ്ദാദിയെ പൊക്കുകയാണ്, ആ ബൗണ്ടറിയിൽ നിന്ന് പുറത്തേക്ക് തിരിച്ചു പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിഷമത്തോടെ അവിടെയുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന് സങ്കടത്തോടെ സ്വലാത്ത് ചൊല്ലി 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 പുണ്യനബിയെ ഓർത്തുകൊണ്ട് വല്ലാത്ത വിഷമത്തോടെ അവിടെ കിടന്നുറങ്ങിപ്പോയി. ആ മയങ്ങിയ സമയത്തല്ലേ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്, സലാം പറയുന്നത്, കുറെ നേരം സംസാരിക്കുന്നത്. അങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങൾ വരരുത്, മദീനയിൽ വരരുത്, റൗളയിൽ വരരുത്, നാളെ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് കാണാമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഭാഗ്യമാണ്. ഇതൊക്കെ ഈ ലോകത്ത് നടന്നതാണ്. പുണ്യനബിയുടെ സ്വഹാബിമാരിൽ, താബിഈങ്ങളിൽ, തബഉ താബിഈങ്ങളിൽ, അങ്ങനെ ഒരുപാട് ഇമാമിങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങളാണ്. എന്താ ഇതൊക്കെ കേട്ടപ്പോ, കറാമത്തുകൾ കേട്ടപ്പോ, മുഅ്ജിസത്തുകൾ കേട്ടപ്പോ, പല അത്ഭുതങ്ങൾ കേട്ടപ്പോ, ഇന്നത്തെ ഈ പുതിയ കാലത്ത് അല്ലെ, ഈ പുതിയ കാലത്ത് നമുക്കൊന്നും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് കരുതണ്ട. ഈ ഒരു പുതിയ കാലത്ത് ഇതൊക്കെ പണ്ട് നടന്നതല്ലേ, ഇപ്പൊ നടക്കുവോ? നബിയെ കാണാനൊക്കെ കഴിയും. ഈ പ്രാവശ്യം 2 ആഴ്ച മുമ്പ് ഞാൻ മക്കത്ത് പോയപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട ഒരാളെ കണ്ടു. ഇവിടെ ഉണ്ടാവും, അങ്ങനെ കണ്ടോലോ, പറയാതിരിക്കും, ഉണ്ടാകും. നമ്മൾ നല്ലോണം എത്ര ചൊല്ലുന്നോ കാണാൻ കഴിയും. കാണണമേ അല്ലാ, എനിക്ക് നബിയെ കാണിച്ചു തരണേ അല്ലാ എന്ന് മനസ്സിരുത്തിയിട്ടുണ്ടെന്ന് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടെന്ന് ദുആ ചെയ്തു നോക്ക്. അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ കടന്നു വരുമല്ലോ. അങ്ങനെ കടന്നു വന്നാ മതി, നമ്മൾ കഴിച്ചിലാവും. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വന്ന ഒരു സംഭവങ്ങളുണ്ട്. പുണ്യനബിയെ വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. യമനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്. യമനിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് മറ്റൊരു രൂപമാണ്. പുണ്യനബിയെ വല്ലാതെ ഇഷ്ടപ്പെട്ട ആളാ. പറഞ്ഞു വരുന്നത് എങ്ങനെങ്കിലും അങ്ങ് ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല. അവിടെയാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല നബിയെ. നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഒന്നും റെഡിയാവുന്നില്ലല്ലോ, എവിടെയോ പ്രശ്നം ഉണ്ടാവും. ആ പ്രശ്നമാണ്. അദ്ദേഹം അങ്ങനെ 73 പ്രാവശ്യം മദീനയുടെ ബൗണ്ടറിയിലേക്ക് വന്നത്. തിരിച്ചു പോവേണ്ടി വന്നു. കാരണം എന്താ? അദ്ദേഹം മദീനയിലേക്ക് വരുന്നു, കാല് തളർന്നു പോകുന്നു. മദീനയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് കാല് കുടഞ്ഞു പോവുകയാണ്. പോവാൻ കഴിയാതെ തിരിച്ചുപോയി 73 പ്രാവശ്യം. അപ്പൊ ആ നാട്ടിലുള്ള വലിയ ഒരു മഹാന്റെ ചാരത്ത് ചെന്നു. അവരോട് ചോദിച്ചു, എനിക്ക് എന്റെ ഹബീബിന്റെ ചാരത്ത്, എന്റെ പുണ്യനബിയുടെ ചാരത്ത്, എന്റെ മുത്തിന്റെ പച്ച കുബ്ബയുടെ ചാരത്ത് ആ മസ്ജിദുൻ നബവിയിൽ പോവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്താണ് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ പിതാവുണ്ടോ, പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതേ വീട്ടിലുണ്ട്. ഉപ്പയൊന്ന് കാണാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞത് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ചോദിച്ചു, ഉപ്പയെ കാണുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാകുമോ? ഞാൻ ഉണ്ടാകുന്നു പറഞ്ഞു. നിങ്ങൾ വരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു. അദ്ദേഹം ബാപ്പയുടെ ചാരത്ത് പോയി. ഉപ്പയുടെ ചാരത്ത് പോയിട്ട് ആ അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ ഉപ്പയുടെ ചാരത്ത് പോയിട്ട് ഉപ്പയോട് സലാം പറഞ്ഞു. പിന്നെ ചോദിച്ചു, നിങ്ങളെ മോൻ ഇവിടെയുണ്ടോ? മോന്റെ അവസ്ഥ എന്താ? മോനെ നിങ്ങൾക്കറിയുമോ എവിടെ ഉള്ളത്? അപ്പോൾ ആ ഉപ്പ പറഞ്ഞു, എനിക്കറിയില്ല, എന്റെ മോൻ എവിടെയാ ഉള്ളതെന്നറിയില്ല. അവൻ പോയതെന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിയില്ല. ആ സമയത്ത് ആ മഹാൻ ചോദിച്ചു, എന്നാണ് ആ മോൻ നിങ്ങളുടെ ചാരത്തി അടുത്തായി വന്നത്? ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി. വന്നിട്ട് ഒരുപാടായി. എവിടെയാണ് തന്നെ എന്ന് എനിക്ക് അറിയില്ല, എവിടെയാണ് അവനുള്ളതെന്നറിയില്ല. ഞാൻ രോഗശയിൽ കിടന്നു വല്ലാതെ പ്രയാസപ്പെട്ടവളും അവൻ എന്റെ അരികിലേക്ക് വന്നിട്ടില്ല. ആ സമയത്തും വന്നിട്ടില്ല. വല്ലാതെ രോഗശയിൽ കിടന്ന് ബുദ്ധിമുട്ടിയ സമയത്തും എന്റെ ചാരത്തേക്ക് അവൻ വന്നിട്ടില്ല. ആരും മനസ്സിലായി. മഹാൻ പറഞ്ഞു തിരിച്ചു വന്ന് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, സംഭവം നിങ്ങൾക്ക് പോവാൻ കഴിയാത്തത് ഇത് തന്നെയാണ്. എന്ത് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, വാപ്പയെ ബഹുമാനിക്കാത്തവന്റെ സ്നേഹം പുണ്യനബിക്ക് വേണ്ട തന്നെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അനബരീ. അപ്പോൾ മഹാനായ സൽമാനുൽ മുഅത്തബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മഹാനവറുകളെ, സിദ്ദീഖ് തങ്ങളെ, ആരാണ് വാപ്പയെ ബഹുമാനിക്കാത്തത്? ആരാന്നറിയോ? ബാപ്പയെ ബഹുമാനിക്കാണ്ടാവും, ബാപ്പന്റെ വാപ്പ എന്നൊക്കെ പറയുന്നുണ്ടാവും. പക്ഷേ വീട്ടിൽ വാപ്പക്ക് വാ തുറക്കാൻ കഴിയില്ല. പല വാപ്പമാരും അങ്ങനെയാണ് ഇപ്പൊ വീടുകളിൽ. അത് ഞങ്ങളൊക്കെ ബഹുമാനി, അങ്ങനെ ഒരു കാലം വരും അത്രേ. അങ്ങനെയാണല്ലോ, ഉപ്പമാർക്ക് തുറക്കാൻ കഴിയില്ല, ഒന്നും പറയാൻ കഴിയാത്തൊരു കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാ വീടുകളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഒന്ന് വാപ്പ മിണ്ടിയാൽ വാപ്പയെ അടിച്ചോടിക്കുകയാണ്, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി ചേർക്കുകയല്ലേ. പ്രായം ചെന്ന വാപ്പയല്ലേ. വാപ്പയുടെ വാക്കുകളിൽ, വാപ്പയുടെ നടത്തങ്ങളിൽ, വാപ്പയുടെ ഇരുത്തങ്ങളിൽ, വാപ്പയുടെ ഇടപഴക്കങ്ങളിൽ ഇഷ്ടമില്ലാത്ത മക്കളല്ലേ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു 2 മിനിറ്റെങ്കിലും വാപ്പന്റെ അടുത്ത് ഇരുന്നിട്ട് സുഖാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? വാപ്പന്റെ അവസ്ഥ എന്താ? വാപ്പന്റെ ശരിക്കും വാപ്പന്റെ അസുഖം നമുക്കറിയില്ല, ചോദിക്കുന്നില്ല. അത് പനി ഉണ്ടാകുമ്പോൾ കാണിക്കും, വേദന ഉണ്ടാകുമ്പോൾ കാണിക്കും, എപ്പോഴും കാണിക്കുന്ന ഡോക്ടറെ അടുത്തൊന്ന് പോകും. ഇത്രേ ഉള്ളൂ. വാപ്പയുടെ മനസ്സ് നമ്മൾ അറിയണ്ടേ. അത് നമ്മുടെ പൊന്നു വാപ്പയല്ലേ.
ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി അങ്ങനെ പറഞ്ഞത്. ഉമ്മാന്റെ കാൽ ചോട്ടിലാ സ്വർഗം ഉള്ളത്. നമ്മളാ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഉമ്മാന്റെ കാൽ ചോട്ടിൽ എന്നെ സ്വർഗം എന്നാ വാപ്പ ആരാന്നറിയോ? അൽ അബു ഔസത്തു അബ്വാബിൽ ജന്ന എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. വാപ്പ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ, ഉമ്മാന്റെ കാൽച്ചോട്ടിലുള്ള സ്വർഗ്ഗത്തിന്റെ നടുവിലെ പ്രധാനപ്പെട്ട കവാടമാണെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗ്ഗത്തിലേക്ക് കയറാൻ വാപ്പ അല്ലാതെ നടക്കൂല എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, പുണ്യനബി പഠിപ്പിക്കുന്നത്, വാപ്പയില്ലാതെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പോവാൻ കഴിയില്ല. റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തി റബ്ബി ഫീ സുഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് പടച്ചറപ്പിന്റെ പൊരുത്തമുള്ളത്. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് പടച്ചറപ്പിന്റെ പൊരുത്തമുള്ളത്. മാതാപിതാക്കളുടെ കോപത്തിലാണ് പടച്ചറപ്പിന്റെ കോപമുള്ളത്. ഉമ്മാന്റെ പൊരുത്തമില്ലേ, ഉപ്പാന്റെ പൊരുത്തമില്ലേ, പടച്ചറപ്പിനും നിന്നോട് പൊരുത്തമില്ല. സ്നേഹിച്ച് പ്രോഗ്രാമൊക്കെ നടത്തി, ക്യാഷുകളൊക്കെ വാരി വിതറി, ഭക്ഷണമൊക്കെ കൊടുത്തു ഇവിടെ വന്നിരുന്നു, എല്ലാം നടത്തി. വീട്ടിൽ ഉമ്മാനോട് ഉപ്പാനോട് നല്ലോണല്ലേ, ഇതിലൊന്നും ഒരർത്ഥമില്ല. പുണ്യനബി അങ്ങനെ പറഞ്ഞു. നമ്മളൊരു ഹദീസ് പഠിച്ചിട്ട് മദ്രസൊന്നും എന്താ സ്വന്തം ശരീരത്തെക്കാളും വസ്ത്രത്തെക്കാളും സർവ്വജനങ്ങളെക്കാളും ഭാര്യയെക്കാളും മക്കളെക്കാളും അല്ലെ ഉപ്പാനും ഉമ്മാനേക്കാളൊക്കെ സ്നേഹിക്കണം. മക്കളും പറഞ്ഞുതരും, എല്ലാരും പറഞ്ഞു നമ്മൾ സ്നേഹിക്കുമ്പോൾ അങ്ങനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ മാറ്റി നിർത്തിയിട്ട് നബിയെ സ്നേഹിക്കുക എന്നല്ല. ഇവരെ മാറ്റി നിർത്തിയിട്ടല്ല നബിയെ സ്നേഹിക്കേണ്ടത്. നമ്മൾ സ്നേഹിക്കേണ്ടത് അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട്, ഉമ്മയെ ചേർത്ത് പിടിച്ചിട്ട്, വാപ്പയെ ചേർത്ത് പിടിച്ചിട്ട്, ഭാര്യ മക്കളെ ചേർത്ത് പിടിച്ചിട്ട്, നമ്മുടെ കുടുംബങ്ങളെ, അയൽവാസികളെ, സുഹൃത്തുക്കളെ ഇവരെല്ലാം ചേർത്ത് പിടിച്ചിട്ടാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ സ്നേഹിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു പടി മുകളിൽ നബി എന്നാവണം, മുകളിൽ നബി തന്നെയാണ്. ഇവരൊന്നും ഒഴിവാക്കുകയും ചെയ്യരുത് എന്ന് തന്നെയാണ്. പക്ഷെ ഇന്ന് നടക്കുന്നത് ഉമ്മയെ മാറ്റി നിർത്തുകയാണ്, വാപ്പയെ മാറ്റി നിർത്തുകയാണ്, ഭാര്യയെ ഭർത്താവിനെ. അങ്ങനെ ചെറിയ 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 കാരണങ്ങളാൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ വരികയല്ലേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന് കുടുംബങ്ങളൊക്കെ, എന്റെ സുഹൃത്ത് 2 മക്കളുണ്ട്, ഓള് പറയുന്നത് ഓനെ മാണ്ടാന്നല്ലേ, വേണ്ട ഒഴിവാക്കി, എനിക്ക് വേണ്ട. അപ്പൊ പോയി കുത്തിരിക്കാം. അപ്പോൾ ചോദിച്ചപ്പോ ഇവന് എന്ത് കൊടുക്കാൻ തയ്യാറാ? ഓള് പറയണത് എന്താ? ഞാൻ സ്വന്തം ജോലി ചെയ്ത് ജീവിച്ചോളാം. കാവൂല അല്ലേ? ഇവനോട് ചോദിച്ചപ്പോ കൗൺസിലൊക്കെ നടത്തി നോക്കി. പ്രശ്നം എന്താ? വീട്ടിൽ കൂട്ടുജീവിതം ഇഷ്ടമില്ല. അവിടെയാണ് പ്രശ്നം. കൂട്ടുജീവിതത്തിൽ ഇഷ്ടമില്ല. സ്വന്തമായി നിൽക്കാൻ കഴിയും, പക്ഷെ അവനക്ക് അത്ര അങ്ങ് പെട്ടെന്ന് സ്വന്തം ആവാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ഈ ബന്ധം നമ്മൾ ഒഴിവാക്കണോ? അല്ലെ? കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നാളെ സ്വർഗ്ഗത്തിലേക്ക് പോവാൻ ഒന്നാമത്തത് പുണ്യനബിയോടുള്ള സ്നേഹമാണെങ്കിൽ, രണ്ടാമത്തത് സിറത്തുൽ അർഹാം വസിലത്തുൽ അർഹാമി വസിലത്തുൽ അർഹാം. കുടുംബ ബന്ധം ചേർക്കലാണ്. നമ്മളും കുറെ കരുതണം. പുതിയ മക്കളാ, എല്ലാം ഒന്നും സഹിക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ പുതിയ മക്കൾക്ക് ഇല്ല അല്ലേ? പുതിയ മക്കൾക്ക് എല്ലാം സഹിക്കാനുള്ള കഴിവില്ല. പഴയ നമ്മൾ പറയും നമ്മളെല്ലാം കുറെ കഷ്ടപ്പെട്ട് നിന്നതല്ലേ ആയിരുന്നു, നമ്മക്ക് ഈമാനുണ്ട്, നമ്മൾ ഉമ്മ ഈമാൻ പഠിപ്പിച്ചെന്നൊക്കെ. ഇന്ന് നമ്മളെ മക്കൾക്ക് അമ്മ ഈമാൻ കൊടുക്കുന്നില്ല. അവർക്ക് അത്രേ ക്ഷമിക്കാൻ കഴിവുള്ളൂ. അവിടെ പരമാവധി നമ്മൾ ഇടങ്ങാറാക്കണ്ടെടുക്കുക. മോന് കൊട്ടിക്കണ്ടോന്ന് കുട്ടിയെല്ലാം കെട്ടിക്കണ്ടോന്ന മക്കളില്ലേ, ആ മക്കളൊന്ന് ചേർത്ത് പിടിക്കൂ. അവർക്ക് വിഷമം കൊടുക്കല്ല അല്ലേ? മകന്റെ ഭാര്യ അത് സ്വന്തം മോളെ പോലെ തന്നെ കാണുക. സ്വന്തം പെങ്ങളെ അല്ലെ, ഭാര്യയുടെ ഭർത്താവിന്റെ പെങ്ങളെ, അവിടുത്തെ ഉമ്മയെ സ്വന്തം ഉമ്മയെ പോലെ നമ്മളും കാണുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറ്റം ചെയ്ത് പുണ്യ നബിയുടെ ജീവിതമില്ലേ.
ആ ജീവിതം ഒന്ന് പുലർത്തി നോക്കുക, കൊണ്ടുവന്ന് നോക്കുക. ആ കുശുമ്പും കുരുട്ടും കുയിറ്റൊക്കെ ഉണ്ടല്ലോ, അതിപ്പോ നടക്കൂല മക്കളുടെ അടുത്ത്. മോനെ ഇങ്ങ് വാ തന്നെ ചിലക്കാണ്ട് പോടുന്ന പറയുള്ളൂ. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ ഡയലോഗ് വേറെ ഒക്കെ മാറിപ്പോയി. അതുകൊണ്ട് നമ്മൾ ആ സിസ്റ്റത്തിൽ തന്നെ മക്കളോടും ഭാര്യയോടും വീട്ടിലുള്ളവരോടൊക്കെ, പുതിയ മക്കളൊക്കെ വീട്ടിൽ വരുമ്പോ നല്ല നിലക്ക് പെരുമാറിയാൽ ഒരു കുടുംബത്തിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല. കാലം മാറിയതിനനുസരിച്ച് നമ്മളൊന്ന് മാറിക്കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഹറാമിന് കൂട്ടു നിൽക്കണമെന്നല്ല. ഹറാമിന് കൂട്ടു നിൽക്കാതെ ഒരുപാട് ക്ഷമിച്ച് സഹിച്ചു കൊടുക്കുക. ഇവിടെ നമുക്ക് ശാശ്വതമല്ലല്ലോ, ശാശ്വതമല്ലെന്ന് നാം ഇടവണ്ണപ്പാറയിലൂടെ ചാലിയാർ പുഴയിൽ നമ്മൾ കണ്ടില്ലയോ? ദിവസങ്ങൾക്ക് മുമ്പ് എത്ര മൃതദേഹങ്ങളാ എന്റെ വയനാട് ജില്ലയിലെ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് ഉപ്പമാർ മേപ്പാടിയിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മളെപ്പോലെ പ്രോഗ്രാമുകൾ നടത്തി, ഘോഷയാത്രകൾ നടത്തി. ഉമ്മമാർ വഅലിനും അതുപോലെ ഘോഷയാത്രയിലൊക്കെ അത് കാണാനൊക്കെ നിന്ന ഉമ്മമാർ, അത് ചെയ്യാൻ നടക്കാൻ വന്ന ഉപ്പമാർ, അവിടെ ദഫ്മുട്ടിയ പൊന്നുമക്കൾ, അവിടെ പാടിയ പൊന്നുമക്കൾ, അതിൽ നേതൃത്വം കൊടുത്ത കമ്മിറ്റി ഭാരവാഹികൾ, അവിടെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട ഉസ്താദുമാർ, അവരെല്ലാം പോയില്ലേ? ഒരു രാത്രി കൊണ്ട് അവരെന്നുറങ്ങിയതല്ലേ? അവരുടെ കണ്ണൊന്ന് പൂട്ടിയതല്ലേ? പിന്നെ അവര് തുറന്നിട്ടില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ ആ ദുരന്തത്തിൽ പൊലിഞ്ഞു പോയില്ലേ? ചാലിയാർ പുഴയിലൂടെ എത്ര മൃതദേഹങ്ങളാ ഒഴുകി വന്നത്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ, ഈ പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അടുത്ത വർഷം ഈ കൂട്ടായ്മയായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ നമ്മളും പങ്കെടുക്കുമോ? കഴിയുമോ? അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ. അല്ലാ, രക്ഷിക്കണേ റബ്ബേ. ഓർക്കണം നമ്മളവരെ അല്ലേ, ഒരു നാട് തന്നെ, ഒരു നാട് തന്നെ. എന്റെ സുഹൃത്തിന്റെ ഭാര്യയും മക്കളും ടിൻസുകളായിരുന്നു അവര്. തലേ ദിവസം അവരുടെ ഉമ്മയോട് പറഞ്ഞു, നമുക്ക് ഇന്നൊന്നങ്ങ് മാറി നിൽക്കാം, നല്ല മഴയുണ്ടല്ലോ. അഥവാ ശക്തമായ മഴ പെയ്യുമ്പോ നമ്മൾ മാറി നിൽക്കാറുണ്ടല്ലോ. അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ രണ്ട് മക്കളെയും കണ്ട് നമുക്ക് പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് മാത്രം നമുക്കൊന്ന് മാറി നിൽക്കാം. ആ മോളുടെ ഒറ്റ വാക്ക്, ആ മോളുടെ ഒറ്റ വാക്കുകൊണ്ടല്ലേ അവർ രക്ഷപ്പെട്ടു പോയത്. തിരിച്ചു പോയപ്പോ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടവർക്കില്ലല്ലോ, ഒന്നും അവിടെ ബാക്കിയില്ലല്ലോ. മറ്റൊരു സുഹൃത്തന്റെ 11 പേരാ പോയത്. 11 പേരാണ് പോയത്. പാപ്പയില്ല, ഉമ്മയില്ല, ജ്യേഷ്ഠനില്ല, അനുജനില്ല, മക്കളില്ല, എല്ലാവരും തൊലഞ്ഞുപോയി. 11 പേരിൽ 4 പേരാണ്. 4 പേരുടെ ജീവനല്ല മക്കളെ. തലയില്ലാത്ത, കാലില്ലാത്ത, കൈകളില്ലാത്ത, ഗർഭപാത്രം മാത്രമോ, കൈകൾ മാത്രമോ, തലയോട്ടികളോ. ഈ അടുത്ത് തന്നെ 4 ദിവസങ്ങൾക്ക് മുമ്പ് ആ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു കാലാണ്, ചെറിയ ഒരു പീസാണ്. ഇവിടെ എവിടെയോ ഒഴുകി വന്ന, ഈ നാട്ടിൽ എവിടെയോ ഒഴുകി വന്ന ഒരു പീസ് മാത്രമാണ്, ഒരു മയ്യത്തിന്റെ ഒരു കഷ്ണം മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് രൂപകൾ തന്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി തന്റെ ചായത്തോട്ടത്തിൽ നിന്ന് വിൽപ്പന നടത്തിയിട്ട് ശേഖരിച്ചു വെച്ച ലക്ഷങ്ങൾ അവിടെ ഒഴുകി പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആ മകളുടെ കല്യാണം നടക്കേണ്ട മകളും പോയിട്ടുണ്ട്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട പിതാവും പോയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങിയ വീടും ഒലിച്ചു പോയില്ലേ? അദ്ദുന്യാ, അദ്ദുന്യാ, ഇത് ദുന്യാവാണ്. ജീഫ വത്വാലിബുഹാ കിലാബ്,
പുണ്യനബിയുടെ ഹദീസ് എത്ര മഹത്വമുള്ളതാണ്. ഇത് ചത്ത ശവമാണ്. ഇതിന്റെ പിന്നാലെ ഓടുന്നവനെ, നീ ഇതിന്റെ പിന്നാലെ ഓടുന്നവനെ നീ നായയാണ്, പട്ടിയാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഇതിന്റെ പിന്നാലെ ഓടി, ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ പോകുന്നല്ലേ. പലരും കൊല്ലുന്ന എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി അല്ലെ, വീടിന് വേണ്ടി അല്ലേ, പല ദുനിയാവിന്റെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി. ചിന്തിക്കണം, വയനാട്ട് നടന്ന മുണ്ടക്കയിലും ചൂരൽമലയിലും അതുപോലെ പുഞ്ചിരിമട്ടത്തും നടന്ന നാട്ടിലൊന്ന് പോവാൻ പറ്റുന്ന സമയത്തൊന്ന് പോയി നോക്കണം നമ്മൾ അല്ലേ. ഇതുപോലെ അമ്പര ചുംബികളെ പോലെ ഉയർന്നു നിന്ന വീടുകളൊക്കെ അങ്ങനെ തന്നെ ഒലിച്ചുപോയി. ആ സ്ഥലങ്ങളൊക്കെ അങ്ങനൊന്നില്ല, സ്ഥലമില്ല. ഒരുപാട് വലിയ വലിയ പാറക്കൂട്ടങ്ങൾ. അവിടുത്തെ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നു, അവര് തന്നെ ചോദിക്കുകയാ, ഈ പാറകളൊക്കെ എങ്ങനെ ഇവിടെ വന്നു, എങ്ങനെ ഇവിടെ വന്നു? ഒരു അത്ഭുതത്തോടുകൂടെ അവർക്ക് അഥവാ ഏതൊരു ഹൃദയം കടുത്തുപോയ ഇരുമ്പ് തുരുമ്പ് പിടിച്ചതുപോലെ തുരുമ്പ് പിടിച്ചവന്റെയും അത് കണ്ടാൽ അലിഞ്ഞു പോകും. കോലത്തിലല്ലേ ആ നാടുണ്ടായിരുന്നത്. അല്ലാഹുവേ, അതിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഇപ്പോഴും തെരയുന്നുണ്ട് ചില ആളുകൾ, ഉമ്മ എവിടെ? മണ്ണിനടിയിലാണല്ലോ. ആ പാറക്കൂട്ടങ്ങൾക്കിടയിലുണ്ടോ? ഒന്ന് നോക്കുവോ നിങ്ങൾ? എന്റെ ഉമ്മയുണ്ടോ, വാപ്പയുണ്ടോ? എന്നാൽ മറ്റൊരു ശ്മശാനം നിങ്ങൾ കണ്ടില്ലേ? DNA ടെസ്റ്റ് നടത്തിയിട്ട് അവിടേക്ക് പോയി നോക്കുന്നുണ്ട് പലരും. ഇല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മയുടെ കാലാണോ, എന്റെ ഉപ്പയുടെ കാലാണോ? പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെല്ലാം നീ കാക്കണേ റബ്ബേ. മൂന്നാമത്തത് ഇത്തിബാഉ സുന്നയാണ്. മുത്തനബിയുടെ സുന്നത്ത് ജീവിതത്തിൽ പുലർത്തലും അതുപോലെ തന്നെ അവസാനം മരിക്കുന്ന സമയം അത് ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക എന്നുള്ളതുമാണ്. ഈ 4 കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. മരണത്തെ എപ്പോഴും ഓർക്കുക എന്നുള്ളതും കൂടെയാണ്. ഈ 4 കാര്യമാണ് മഹാനായ സദ്ദീഖ് തങ്ങൾ പറഞ്ഞു കൊടുത്തത്. അല്ലാഹു അങ്ങനെ ഈ ലോകത്തൊന്ന് നല്ല നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ. മരിക്കാതെ ബാക്കിയെങ്കിൽ ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലേ വീടേ ഉത്തമരോരല്ലേ ജലാലമല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ് ജനനം നിൻ ഖുദ്റത്തല്ലേ ജനിച്ചാൽ മരണമില്ലേ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ മനസ്സിലാക്കി അതിന്റെ അർത്ഥമൊക്കെ ശരിക്കും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ മനസ്സിൽ മരണത്തേക്ക് ഓർത്ത് മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലി നിസ്കാരക്കൊന്ന് കൃത്യമാക്കി പള്ളിയുമായും മദ്രസയുമായും ദീനിന്റെ സംരംഭങ്ങളുമായൊക്കെ നല്ലൊരു ബന്ധം ഉണ്ടാക്കി നല്ല നിലക്കുള്ളൊരു ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ നാളെ വർഷങ്ങളോളം പണിയെടുത്ത വീടുകളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളെല്ലാം കാറുകളും ജീപ്പുകളും ഓട്ടോറിക്ഷകളും എന്തൊക്കെയാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് ഇതെല്ലാം A to Z അല്ലാഹു ഒരു സെക്കൻഡ് കൊണ്ട് കൊണ്ടുപോവാൻ പടച്ച റബ്ബിന് ഒരു പണിയും ഇല്ലെന്ന് ആ മുണ്ടക്കയും അതുപോലെ ചൂരൽമലയും നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം ഇവിടെയല്ല ശാശ്വതം, നാളെ പടച്ച റബ്ബിന്റെ ലോകമാണെന്ന് നല്ല ബോധത്തോടുകൂടെയുള്ള ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസിന് വേണ്ടി ബഷീർക്ക അതുപോലെ നിഷാദും ഇവർക്ക് ഒരുപാട് നല്ലതുപോലെ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് സഹകരിച്ചവരുമുണ്ട്. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ. അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. നല്ലോണം പറയാം, അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കും. അബ്ദുർ റഷീദ് എന്ന് പറയുന്ന പ്രവാസി സുഹൃത്ത് റൂമിൽ തളർന്ന് പ്രയാസത്തോടുകൂടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഒരു പ്രയാസം ഊരവേദന പ്രയാസത്തിലാണെന്ന് അറിയാൻ കഴിയും.
ഈ മജ്ലിസ് നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്ത് ലക്ഷ്യം വെച്ചാലും അല്ലാഹു തരുമെന്ന് ഉറപ്പിക്കണം. നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ആമീൻ പറയും. മൊയിലാരെന്ന് നീക്കി കിട്ടിയാൽ മതിയേനു, ഞാൻ പോട്ടെ പുരയിലേക്ക് എത്തുമല്ലോ എന്ന് കരുതി നമ്മൾ ആമീൻ പറയും. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒന്നുമല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതല്ല, നമ്മൾ ശരിക്കും മനസ്സിൽ ഉറപ്പിച്ച ആമീൻ പറഞ്ഞാൽ തീർച്ചയായും അല്ലാഹു എല്ലാം തരും എന്നുള്ളതാണ്. നമ്മൾ ഉറപ്പിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നല്ല ഉറപ്പിച്ച ആമീൻ പറയാം. ആ ചെറുപ്പക്കാരന്റെ ഭാര്യ ഇവിടെ കരയാണ്. അല്ലാഹുവേ, ഉറപ്പല്ലേ, വിഷമമുണ്ടാവുമല്ലോ, ഭാര്യയാകുന്നത് കരയുമ്പോഴാണ്. അപ്പോഴാണ് ഭർത്താവിന് അസുഖം ഉണ്ടാവുമ്പോൾ കഴിച്ചിലായി ഞങ്ങൾക്ക് പോവാലോ, വേറെ ആളപ്പുറന്ന് കരുതുന്നോളല്ല അല്ലേ, അല്ലെങ്കിൽ ഭാര്യക്ക് അസുഖമാകുമ്പോ അടുത്ത നോക്കാലോ എന്ന് കരുതുന്നോളല്ല അല്ലേ. നമ്മുടെ മനസ്സിൽ ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടമാകുമെന്നാണ്. ആ പ്രകടമാണ് ആ കരച്ചിൽ. ആ കരച്ചിലിനും പ്രതിഫലമുണ്ട്. ആ കരച്ചിൽ മതി റബ്ബ് സ്വീകരിക്കും. റബ്ബ് കാണാൻ ആ ഒരൊറ്റ കണ്ണുനീര് ആ ഭൂമിയിലേക്ക് ഉറ്റുന്നതിന് മുമ്പ് റബ്ബ് കാണുമല്ലോ. അങ്ങനെയുള്ള ഭാര്യമാരാക്കി നമ്മുടെ ഭാര്യമാരൊക്കെ മാറ്റിത്തരട്ടെ. അങ്ങനെയുള്ള ഭർത്താക്കന്മാർ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا ومولانا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഇവിടെ നടന്ന പ്രോഗ്രാമുകളെല്ലാം നീ കബൂലാക്കണേ അല്ലാഹുവേ. ഇവിടെ നടന്ന എല്ലാം റഹ്മാനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പ്രോഗ്രാമിന് വേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി അല്ലാഹുവേ ഏതൊക്കെ രൂപത്തിൽ സഹായിച്ചോ, സഹകരിച്ചോ അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ഇത്ര നേരം ഇവിടെ ഇരുന്ന ഓരോരുത്തരെയും, ഓരോ ഉമ്മമാരെയും ഉപ്പമാരെയും ചെറുപ്പക്കാരെയും ഉസ്താദുമാരെയും ഇതിന്റെ ഭാരവാഹികളെയും അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ റഹ്മാനേ, അത് കാരണത്താൽ ഞങ്ങൾ ഹൃദയത്തിൽ പുണ്യ നബിയോട് മുഹബ്ബത്ത് നൽകണേ അല്ലാഹ്, ഇഷ്ക് നൽകണേ അല്ലാഹ്, സ്നേഹം നൽകണേ അല്ലാഹ്, ഇഷ്ടം നൽകണേ അല്ലാഹ്. ആ നബിയെ ഒന്ന് കാണാൻ ഞങ്ങൾ കൊതിക്കുന്നുണ്ട് റബ്ബേ. ഒരു വട്ടമെങ്കിലും അല്ലാഹുവേ, ഒരു വട്ടമെങ്കിലും ആ പൂമുഖമൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു നൽകണേ അല്ലാഹ്, കാണിച്ചു തരണേ റബ്ബേ, കാണിച്ചു നൽകണേ അല്ലാഹുവേ. അതിനൊരുപാട് സ്വലാത്തുകൾ ചെല്ലാൻ അല്ലാഹുവേ, ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ പുണ്യ മദീനയിലേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്, ഉള്ള മക്കളിൽ, വീടുകളിൽ, ജോലികളിലൊക്കെ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർ, ജോലി ചെയ്യുന്നവർ അല്ലാഹുവേ അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളെ ഓരോ വീടുകളിലും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിലേക്ക്, ഞങ്ങളെ ജീവിതത്തിലേക്ക് വരുന്ന എല്ലാ ശർറുകളെയും നീ തടുക്കണേ റബ്ബേ. എല്ലാ സിഹറുകളും ബാത്തിലാക്കണേ അല്ലാഹ്, എല്ലാ അഴീനും ബാത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ മരിച്ചു പോയിട്ടുണ്ടല്ലോ റബ്ബേ. ഉമ്മമാർ, ഉപ്പമാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാർ അല്ലാഹുവേ, അവരാ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ
വിശ്രമം കൊള്ളുകയല്ലേ. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, ഖബർ വിശാലമാക്കണേ അല്ലാ, സ്വർഗീയ വിരിപ്പ് കൊടുക്കണേ അല്ലാ, സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ, സ്വർഗീയ പാനീയം നൽകണേ അല്ലാ, സ്വർഗ കവാടം അവർക്ക് നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഖബറിലും മഹ്ശറയിലും സിറാത്തിലും അവരെയും ഞങ്ങളെയും രക്ഷപ്പെടുത്തണേ റബ്ബേ. ലോകത്തുനിന്ന് വിട പറയുമ്പോ യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലിക്കൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖവുമായി സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ലാഹികം മസ്റൂറാ വലാഹികം മസ്റൂറാ സന്തോഷവാന്മാരായി മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ മുറാദുകളും നീ സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ലാഹ്. അവരും എഴുതിവിടുന്ന ഓരോ മുറാദുകളും നീ സഫലമാക്കണേ റബ്ബേ. വേണ്ടതെല്ലാം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച ഇവിടുത്തെ യുവാക്കൾ, യുവ സുഹൃത്തുക്കൾ, അല്ലാഹുവേ, അവരെ നമുക്ക് മാതൃകയാണല്ലോ റബ്ബേ. അല്ലാഹുവേ, അവരുടെ ഈ പ്രവർത്തനം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. അതിന് ഞങ്ങൾക്കെല്ലാവർക്കും ദീർഘായുസ് ആഫിയത്തോടെ ബറക്കത്തോടെ ഇസ്സത്തോടെ നൽകണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ برحمتك يا أرحم الراحمين. ദുആയിൽ ഉൾപ്പെടുത്തുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.